കാലിഫോർണിയയിലെ ശാന്തസമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്ന ആ ഗാംഭീര്യമുള്ള ഗാനം ഇന്ന് നിലച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളായി കടലിന്റെ ആത്മാവിനെ പോലെ മുഴങ്ങിയിരുന്ന നീലത്തിമിംഗലങ്ങളുടെ ശബ്ദം ക്രമേണ കുറഞ്ഞു വരികയാണെന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു ജീവിവർഗത്തിന്റെ ദുരന്തമായി കണക്കാക്കി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ നിശബ്ദത ഒരുപക്ഷെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു മഹാദുരന്തത്തിന്റെ ആരംഭമാകാം. നാഷണൽ ജിയോഗ്രാഫിക് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ കാലിഫോർണിയൻ തീരത്തുള്ള നീലത്തിമിംഗലങ്ങൾ ശബ്ദമുണ്ടാക്കുന്നത് ഗണ്യമായി കുറഞ്ഞുവെന്ന് ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു അപായ സൂചനയാണ്. കാരണം തിമിംഗലങ്ങൾ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയുടെ കാവൽക്കാരാണ്. അവർ നിശബ്ദരാകുമ്പോൾ നമ്മുടെ ഗ്രഹത്തിന്റെ ശ്വാസകോശങ്ങളിലൊന്ന് മരവിച്ചു തുടങ്ങുകയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രതിഭാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള താപനമാണ്. കടലിലെ ജീവികൾക്ക് തണുത്ത വെള്ളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. എന്നാൽ ആഗോള താപനം കാരണം സമുദ്രങ്ങളുടെ താപനില ക്രമാതീതമായി ഉയർന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദ ബ്ലോബ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടു. സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയ ഒരു വലിയ സമുദ്രഭാഗമാണിത്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നില്ല, പകരം സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ തലകീഴായി മറിച്ചിട്ട ഒരു ദുരന്തമായിരുന്നു. കടലിലെ ജലത്തിന്റെ താപനില ഉയർന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യാഘാതമുണ്ടായത് കടലിലെ സൂക്ഷ്മജീവികളായ ഫൈറ്റോ പ്ലാങ്ക്ടണുകൾക്കായിരുന്നു. കടലിലെ ജലത്തിന്റെ താപനില ഉയർന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യാഘാതമുണ്ടായത് കടലിലെ സൂക്ഷ്മജീവികളായ ഫൈറ്റോ പ്ലാങ്ക്ടണുകൾക്കായിരുന്നു. ഈ സൂക്ഷ്മ സസ്യങ്ങളാണ് സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയുടെ അടിത്തറ. താപനില വർദ്ധിച്ചപ്പോൾ അവയുടെ എണ്ണം കുറഞ്ഞു. ഇത് നേരിട്ട് ബാധിച്ചത് അവയെ ഭക്ഷിക്കുന്ന ഗ്രില്ലുകളെയാണ്. ചെമ്മീനോട് സാമ്യമുള്ള ഈ ചെറുജീവികളാണ് നീലത്തിമിംഗലങ്ങളുടെ പ്രധാന ഭക്ഷണം. ഗ്രില്ലുകളുടെ എണ്ണം കുറഞ്ഞതോടെ തിമിംഗലങ്ങൾ വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് വഴുതി വീണു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഗ്രില്ലുകളുടെ എണ്ണത്തിൽ 70% കുറവുണ്ടായെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഭക്ഷണം കണ്ടെത്താൽ തിമിംഗലങ്ങൾക്ക് അവരുടെ ഊർജ്ജം മുഴുവൻ വിനിയോഗിക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള യാത്രകൾക്ക് പുറമെ ഇണകളെ ആകർഷിക്കുന്നതിനും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും അവ ശബ്ദമുണ്ടാക്കാറുണ്ട്. എന്നാൽ അതിഭീകരമായ ഊർജ്ജ പ്രതിസന്ധി കാരണം ഇണചേരാനുള്ള സമയത്ത് പോലും അവയ്ക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ വന്നു. ഇണചേരാനുള്ള കഴിവ് കുറഞ്ഞതോടെ അവയുടെ പ്രത്യുൽപാദന നിരക്കും ഗണ്യമായി കുറയുകയാണ്. ഇതൊരു ജീവിവർഗത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂനൻ തിമിംഗലങ്ങൾ ഇതേ പ്രശ്നം നേരിടുന്നില്ല. കാരണം അവർ ഗ്രില്ലുകൾക്ക് പുറമെ മറ്റ് പലതരം മത്സ്യങ്ങളെയും കഴിക്കുന്നതിനാൽ ഭക്ഷണത്തിന് ക്ഷാമം വരാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളായ നീലത്തിമിംഗലങ്ങൾക്ക് ഗ്രില്ലുകളെ ആശ്രയിക്കാതെ നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവ വലിയ പ്രതിസന്ധി നേരിടുന്നതും. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, നീലത്തിമിംഗലങ്ങൾ കുറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന്. സമുദ്രത്തിൽ എത്രയോ ജീവികളുണ്ട്, എന്നാൽ തിമിംഗലങ്ങൾ വെറും ഒരു ജീവിയല്ല. അവർ സമുദ്രത്തിന്റെ ജീവചക്രത്തിന്റെ എഞ്ചിനീയർമാരാണ്. ഭൂമിയിലെ ഓക്സിജന്റെ 50% മുതൽ 85% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈറ്റോ പ്ലങ്ക്ടണുകളാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ ശ്വാസകോശമാണ് ഈ സൂക്ഷ്മജീവികൾ. ഫൈറ്റോ പ്ലങ്ക്ടണുകൾക്ക് വളരാൻ ഇരുമ്പ്, നൈട്രജൻ തുടങ്ങിയ പോഷകങ്ങളും ആവശ്യമാണ്. ഈ പോഷകങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ ധാരാളമായി കാണപ്പെടുന്നു. ഈ പോഷകങ്ങളെ മുകളിലെ ജലനിരപ്പിലേക്ക് എത്തിക്കുന്നതിൽ തിമിംഗലങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. അത് തിമിംഗലങ്ങളുടെ വിസർജ്യത്തിലൂടെയാണ്. തിമിംഗലങ്ങൾ മുകളിലെ ജലനിരപ്പിൽ നിന്നും ആഹാരം കഴിക്കാൻ ആഴക്കടലിലേക്ക് പോവുകയും അവിടെ വെച്ച് മലവിസർജനം നടത്തുകയും ചെയ്യുന്നു. ഈ വിസർജ്യത്തിൽ ഇരുമ്പ്, നൈട്രജൻ തുടങ്ങിയ മൂലകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതൊരു വളം പോലെ പ്രവർത്തിക്കുകയും ഫൈറ്റോ പ്ലങ്ക്ടണുകൾക്ക് 6Y-PHO വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ തിമിംഗലങ്ങൾ ഒരു ജീവിക്കുന്ന ഫെർട്ടിലൈസർ പ്ലാന്റ് ആണ്. അവയുടെ എണ്ണം കുറയുമ്പോൾ ഫൈറ്റോ പ്ലങ്ക്ടണുകളുടെ എണ്ണവും കുറയും. അത് ഭൂമിയുടെ ഓക്സിജൻ ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഒരു തിമിംഗലം ചത്താൽ പോലും അതിന്റെ ശരീരം 50 വർഷത്തോളം 400-ലധികം സമുദ്രജീവികൾക്ക് ഭക്ഷണമായി മാറും. അതായത് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഈ ഭീകരന്മാർ സമുദ്രത്തിലെ ജീവചക്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കണ്ണികളാണ്. സമുദ്രങ്ങളിലെ താപനില ഉയരുമ്പോൾ, ഗ്രില്ലുകൾ കുറയുമ്പോൾ, തിമിംഗലങ്ങൾ നിശബ്ദമാകുമ്പോൾ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയുടെ അവസാനത്തെ പിരിയും അഴിഞ്ഞു തുടങ്ങുകയാണ്. ശാസ്ത്രജ്ഞർ നൽകുന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ ഈ താപനത്തിന്റെ കാരണം നമ്മുടെ തന്നെ അശാസ്ത്രീയമായ ഇടപെടലുകളാകാം. ഓരോ തിമിംഗലത്തിന്റെയും നിശബ്ദത മനുഷ്യന്റെ പ്രവർത്തികളോടുള്ള പ്രകൃതിയുടെ നിശബ്ദമായ പ്രതിഷേധമാകാം. ഒരു ദിവസം ഈ നിശബ്ദത നമ്മുടെ വാതിൽ പടിയിലും എത്തിച്ചേരാം. അപ്പോൾ ഒരുപക്ഷെ ഈ ദുരന്തത്തെക്കുറിച്ച് വിലപിക്കാൻ ഒരു ജീവിയും ബാക്കിയുണ്ടാവില്ല. അതിനാൽ ഈ ദുരന്തം പരിഹരിക്കേണ്ടത് തിമിംഗലങ്ങളുടെ മാത്രം ആവശ്യമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്.